സത്യം പറയണം, ചില സമയത്ത് നിങ്ങളെ മക്കൾ കരയുമ്പോഴും വാശി പിടിക്കുമ്പോഴും നിങ്ങളുടെ ചെറിയ ചില ആക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ആക്ഷൻ എടുക്കാതെ കരയട്ടെ, വാശി പിടിക്കട്ടെ, അവരെടങ്ങാറായിക്കോട്ടെ, ശല്യപ്പെടുത്തിക്കോട്ടെ എന്നുള്ളൊരു ഇരുത്തുണ്ട്. ആ ഇരുത്തം നിങ്ങളുടെ ഈഗോയോ നിങ്ങളുടെ വാശിയോ ഒന്നുമല്ല. അതൊന്നുമല്ല. നിങ്ങൾക്ക് ആ കരച്ചിൽ നിർത്താനേ താല്പര്യമില്ല. അതിങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തലമെന്ന് കറങ്ങുന്നുണ്ടെങ്കിലും നമ്മളതിങ്ങനെ നിൽക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മുട്ടായി കൊടുത്താൽ ശരിയാവുമായിരിക്കും. എന്തെങ്കിലും ഒരു ഗെയിമോ എന്തെങ്കിലും ഒരു ടോയോ വെച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാവുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ ഒരു തരത്തിലും അലോ ചെയ്യാതെ നമ്മളിങ്ങനെ ഇരിക്കും. നമ്മളുടെ ഉള്ളിലുള്ള ഒരു സെൽഫ് അതിനിങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നത് പോലെ നമുക്കിങ്ങനെ ചെയ്യട്ടെ, എന്ത് ചെയ്തിട്ട് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാനൊന്നും നനങ്ങാൻ പോകുന്നില്ല, ചെയ്യട്ടെ. അതായത് ഉള്ളിൽ നിന്നൊരു സെൽഫ് ഇങ്ങനെ അത് എൻ്റർടൈൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫീൽ. അതായത് നമ്മുടെ ഒരു ട്രിഗർ സെൽഫുണ്ട് നമുക്ക്. ആ പെയിനിനെ എൻജോയ് ചെയ്യുന്ന വിധത്തിലേക്കുള്ള ഒരു ട്രിഗർ സെൽഫ് നമ്മളുടെ ഉള്ളിലുണ്ട്. അതിനെ ഹീൽ ചെയ്യുന്നില്ലെങ്കിൽ അതിങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയും നമുക്കെന്നെ ചിലതറിയാം ഇതൊക്കെ വലിയ കാര്യമൊന്നുമല്ല, ഇതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, പക്ഷെ നമുക്കതിനെ വിട്ടുകൊടുക്കാൻ തോന്നില്ല, നമുക്കതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല. അതിങ്ങനെ കരയട്ടെ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഉള്ളിൽ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ തന്നെ ബാലൻസ് ചെയ്യാൻ സമ്മതിപ്പിക്കാത്ത ഒരു സെൽഫ് കിടക്കുന്നുണ്ട്. ആ സെൽഫിനെ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിലും അത് വിഷമിക്കാനും എടങ്ങേറാക്കാനും തളർത്താനും തകർക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഈ സാധനത്തിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മളൊന്ന് അവെയറായിരിക്കുക. ശരിക്കും പല കാര്യങ്ങളും നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കറിയാം അത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കണം. കാരണം എന്താ, ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം അതിലൂടെ നമുക്ക് റിലീസാവുന്നൊരു ഫീലാണ്, എന്തോ ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നൊരു ഫീലാണ്, എന്തോ ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ വർക്ക് ആവുന്നൊരു ഫീലാണ്. അപ്പം അത് അൺഹീൽഡ് ആയിട്ടുള്ള നമ്മുടെ സെൽഫിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. സോ നമ്മളെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളിൽ പണിയെടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആരാ നശിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മളൊറ്റക്കാണ് നശിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കൂടുള്ളവരാണ് അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എന്നെക്കൊണ്ട് ഇടങ്ങാറാവുന്നത് വെറുതെ ആണെന്നുള്ളത് എനിക്കറിയാം, എൻ്റെ സംശയരോഗം വെറുതെ ആണെന്നുള്ളത് എനിക്കറിയാം, ഞാൻ മൂപ്പരോട് ദേഷ്യപ്പെടുന്നത് വെറുതെ ആണെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആളോട് തന്നെ ചില സമയത്ത് പാവം തോന്നിപ്പോന്നാ. എത്ര കാലം നമ്മളിങ്ങനെ ഇതിങ്ങനെ കൊണ്ട് നടക്കണം? നമുക്ക് നമ്മളെ റെഡിയാക്കിക്കൂടെ? നമുക്കതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ? നമുക്കതിനോടൊരു പ്രിപ്പറേഷൻസും ആക്ഷൻസും എടുത്തൂടെ? വെറുതെ ഇത് മരിക്കുന്നവരെ ഇങ്ങനെ പോയിട്ട് ആർക്ക് എന്ത് നേടി, ആർക്ക് എന്ത് നേട്ടം ഉണ്ടായത്? ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇറിറ്റേഷനും ഡിസ്റ്റർബൻസ് തന്നെയാണ്. അത് ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെയും കുറ്റം പറയല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് റെഡിയാക്കി എടുക്കണ്ടേ? ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ?